തൃശൂരിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വോട്ടർമാർക്ക് ബി.ജെ.പി. സൗജന്യമായി കിറ്റുകളും പണവും മദ്യവും വിതരണം ചെയ്തുവെന്ന് LDF പരാതി. ഒളരിക്കര ശിവരാമപുരം കോളനിയിലെ താമസക്കാർക്ക് സൂപ്പർ മാർക്കറ്റ് വഴി കിറ്റുകൾ വിതരണം ചെയ്തുവെന്നാണ് പ്രധാന ആരോപണം. ബാറുകളിലൂടെ മദ്യം വിതരണം ചെയ്തെന്നും ഗൂഗിൾ പേ വഴി പണം നൽകിയെന്നും LDF നേതാക്കൾ ആരോപിച്ചു. വോട്ടിനായി ബി.ജെ.പി. കിറ്റുകൾ നൽകിയെന്ന് പരാതി. തൃശൂർ ഒളരിയിലുള്ള സൂപ്പർ മാർക്കറ്റിലാണ് കിറ്റുകൾ തയ്യാറാക്കി വെച്ചത്. 50ഓളം പേർ കിറ്റ് വാങ്ങിയെന്നും CPM പ്രവർത്തകർ ആരോപിച്ചു. സംഭവത്തിൽ കട അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് CPM പ്രവർത്തകർ. അതേസമയം പണവും മദ്യവും കിറ്റും നൽകി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നുവെന്ന് VS സുനിൽകുമാർ ആരോപിച്ചു. പണം കൊടുത്തും മദ്യം കൊടുത്തും തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്നലെ വിൽവട്ടത്തെ ഒരു ബാർ ഹോട്ടലിൽ കോവില ഹോട്ടലിൽ അവിടെ കിറ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഇതുപോലെ ആളുകളെ കൂട്ടിയിരുന്നു. മദ്യം കൊടുക്കുന്നുണ്ട്. വളരെ വ്യാപകമായി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം 2024 നടത്തിയതിനേക്കാൾ കൂടുതലായി ഇത്തവണ തൃശ്ശൂരിലെ പല സ്ഥലങ്ങളിലും ശിവരാമപുരം കോളനിയിൽ നിങ്ങൾ ഈ ചാനലുകാർ അന്ന് ഇത് കണ്ടുപിടിച്ചതാണ്. ഞങ്ങളിപ്പോൾ ആ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ BJP വളരെ ആസൂത്രിതമായി തെരഞ്ഞെടുപ്പിന്റെ ജനങ്ങളെ പണം കൊടുത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇവിടെയുള്ള പല സ്വർണ്ണ കച്ചവടക്കാരും ബാർ മുതലാളിമാരും ഇതുപോലെയുള്ള സൂപ്പർ മാർക്കറ്റ് മുതലാളിമാരെയൊക്കെ പല ഭീഷണിപ്പെടുത്തിയിട്ടോ സ്വാധീനിച്ചോ ഇതിനെ ഭാഗമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇത് അടിയന്തരമായി ഇലക്ഷൻ കമ്മീഷൻ ഇതിനെതിരായി നടപടി സ്വീകരിക്കണം. BJP 2024 നടത്തിയത് വീണ്ടും നടത്തുന്നു. നഗ്നമായ തെരഞ്ഞെടുപ്പ് ലംഘനമാണിത്. പെട്ടിയിൽ പണവുമായാണ് കേന്ദ്ര നേതാക്കൾ വരുന്നതെന്നും VS സുനിൽകുമാർ ആരോപിച്ചു. സംഭവത്തിൽ പരാതി നൽകുമെന്നും അടിയന്തര നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം ഇലക്ഷൻ ഫ്ലൈയിംഗ് സ്ക്വാഡും സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്നാൽ വിഷുവിനായി തയ്യാറാക്കിയ കിറ്റാണെന്നാണ് കടയുടമ പറയുന്നത്. സൂപ്പർ മാർക്കറ്റിന്റെ പിന്നിലാണ് കിറ്റുകൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. 75 കിറ്റുകൾ തയ്യാറാക്കി വെച്ചതിൽ 50 എണ്ണം കൊണ്ടുപോയെന്നും കടയുടമ പറഞ്ഞു. സംഭവത്തെ തുടർന്ന് സൂപ്പർ മാർക്കറ്റ് അടപ്പിച്ചു. മീഡിയ ടൈം, തൃശൂർ.